നമുക്കറിയാം ഷോപ്പിൽ നിന്നും വാങ്ങിക്കുന്ന ഓരോ സോപ്പിലും നിറത്തിനും മണത്തിനും വേണ്ടിയിട്ട് സിന്തറ്റിക് ആയിട്ടുള്ള കളേഴ്സും സിന്തറ്റിക് ആയിട്ടുള്ള ഫ്രാഗ്രൻസസും ഉപയോഗിക്കുന്നുണ്ട്. ഫോർമൽഡിഹൈഡ്, ട്രൈക്ലോസാൻ തുടങ്ങി ഒരുപാട് കെമിക്കൽസ് വേറെയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുപാട് മിക്സ്ചേഴ്സ് കെമിക്കൽസും അതുപോലെ നമുക്ക് പ്രിസർവേറ്റീവ്സായിട്ട് നമ്മളെ സോപ്പ് ഓൾറെഡി ചീത്തയാവാതെ ഇരിക്കാനായിട്ട് പൂപ്പലൊന്നും വരാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് അഡിക്റ്റീവ്സും കളർ കൊടുക്കാനായിട്ട് കുറേ കളർ അഡിക്റ്റീവ്സും എല്ലാം ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്തൊരു കെമിക്കൽ മിക്സറാണ് നമുക്ക് കിട്ടുന്ന സോപ്പ്. അപ്പോൾ നമുക്കൊരു സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് വരാം, ഇതുപോലുള്ള കെമിക്കൽസ് ചേർക്കുന്നത് ഈ സോപ്പ് ഓൾറെഡി പൂപ്പൽസ് വരാതിരിക്കാനും വേറെ കെമിക്കൽസ് ഒന്നും അതായത് നമ്മൾ പ്രിസർവേറ്റീവ്സ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് തന്നെ എന്തിനാണ്, ഈ സോപ്പ് ഒരുപാട് നാൾ കേടാവാതിരിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ചോദ്യം വരാം, അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പും അതുപോലെ തന്നെ ഒരുപാട് നാളത്തേക്ക് ഇരിക്കുമെന്ന്. ഇല്ല, നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പും ഒരു ഇത്ര ദിവസം അല്ലെങ്കിൽ ഒരു 6 മാസമൊക്കെ കഴിയുന്ന വരെയൊന്നും ചിലപ്പോൾ ഇരിക്കാൻ ചാൻസ് ഇല്ല. കാരണം അത് കഴിയുമ്പോൾ പിന്നെ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി പൂപ്പൽ കാര്യങ്ങൾ വരും. നമ്മൾ ഒരു പ്രിസർവേറ്റീവ്സും ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. സോ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സോപ്പ് മാത്രമാണ് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് അല്ലാണ്ട് നമുക്ക് പുറത്തേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സോപ്പ് നമ്മൾ എന്താ പറയുക, പുറത്തേക്ക് നമുക്ക് സെല്ല് ചെയ്യാനൊക്കെയുള്ള സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ വേറെ ചെറിയ രീതിയിലുള്ള ഹോം മെയ്ഡായിട്ടുള്ള പ്രിസർവേറ്റീവ്സ് കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രിസർവേറ്റീവ്സ് നമുക്ക് അതിനകത്തേക്ക് ചെറുതായിട്ട് ആഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന സോപ്പ് നമുക്കിപ്പോൾ വീട്ടിൽ തന്നെ യൂസ് ചെയ്യാം. ചെറിയ കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വേറെ ഒരു സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളോ സ്കിൻ ഇറിറ്റേഷൻസോ ഒന്നും ഉണ്ടാവാണ്ട് 100% പ്യൂരിറ്റിയോടുകൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സോപ്പ് ബേസ് എന്ന് പറഞ്ഞാൽ അതും ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിൽ കെമിക്കലാണെന്ന് പറയാമെങ്കിൽ തന്നെയും അത് ഒരു ആൽക്കലിയാണ്. സോ ലോ ബേസ് ആൽക്കലി ആയതുകൊണ്ട് അതങ്ങനെ സ്കിന്നിന് ഒരു എഫക്റ്റും ഉണ്ടാക്കുന്നില്ല. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇനി എടുക്കുന്നത് ആര്യവേപ്പാണ്. ഈ ഒരു ആര്യവേപ്പിൻ്റെ ഇലയാണ് മെയിൻ ആയിട്ടുള്ള ഇതിനകത്തുള്ളൊരു കണ്ടൻറ്റ്. പക്ഷേ ഈ ഒരു ആര്യവേപ്പില വെച്ചിട്ട് തന്നെ നമ്മൾ 2 രീതിയിൽ സോപ്പ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ടൊന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസൊക്കെ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. നേരത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുക്കുന്നതെന്ന്. ഇതുപോലെയാണ്. അപ്പോൾ നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്നാണ് ഇതിന് പറയുക. ഡയറക്റ്റായിട്ട് നമ്മൾ ഇത് ഹീറ്റ് ചെയ്തെടുക്കരുത്. ഈ രീതിയിൽ വേണം നമ്മൾ ഹീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മൾ ചെറിയ പീസായിട്ട് ഓൾറെഡി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ശരിക്കും അതൊരു ലിക്വിഡ് ഫോമിലേക്ക് വന്നാലേ നമുക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു സോപ്പ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ 2 രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഇതാണ്. സിമ്പിളായിട്ട് നമ്മൾ ആര്യവേപ്പില നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതായത് പച്ച ഇല തന്നെ നമ്മൾ എടുത്തിട്ട് ഫുള്ളായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഒരു തരി പോലും വരാത്ത രീതി വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്റ്റെയിനർ വെച്ചിട്ട് അരച്ചെടുക്കാം. ഇല്ലെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഡയറക്റ്റ് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതല്ലേ, വേറെ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. നാച്ചുറൽ ആയിട്ടുള്ള ലീഫ് തന്നെയാണ്, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് അത് അങ്ങനെ തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. സ്കിൻ ഡിസീസ്, അലർജി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ സോപ്പ് ഒത്തിരി ബെറ്ററാണ് കേട്ടോ. കാര്യം ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ് ആര്യവേപ്പിലയാണല്ലോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് എസെൻഷ്യൽ ഓയിൽ ഉണ്ടാക്കി, ഇത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതുണ്ട്. അപ്പോൾ അത് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, നാച്ചുറലായിട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇപ്പോൾ നന്നായിട്ട് നമ്മൾ ചൂടാക്കി എടുത്ത സോപ്പ് ബേസ് നല്ല ലിക്വിഡ് ഫോമിലുള്ളത് അത് നമ്മൾ എടുത്തു വെച്ച ആര്യവേപ്പിലയുടെ ആ മിക്സറിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആര്യവേപ്പില അരയ്ക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളമാക്കി കളയരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരയ്ക്കാനായിട്ട്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ സോപ്പ് ബേസ് എല്ലാം കൂടി മിക്സ് ചെയ്ത ആ മിക്സ്ചർ ശരിക്കും ഈ മോൾഡിലേക്ക് ഒഴിക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മോൾഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ചെയ്ത പോലെ ഒരു പേപ്പർ കപ്പ് എടുത്തിട്ട് അതിനകത്തൊരു ഹാഫായിട്ടോ അല്ലെങ്കിൽ ഒരു ക്വാർട്ടറായിട്ടോ ഒഴിക്കാം. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ചെറിയ ചെറിയ ബൗളില്ലേ, അതിൽ വേണമെങ്കിലും ഇതുപോലെ ഒഴിച്ച് വെക്കാം. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് എണ്ണ പുരട്ടി ഒന്ന് ഇതാക്കി വെക്കണം, ചെറിയ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ. എന്നാലാണ് ഇത് ഉറച്ച് കഴിയുമ്പോൾ, സോപ്പൊന്ന് ഉറച്ച് ഇതായി കഴിയുമ്പോഴേക്കും, തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിൽ നിന്ന് വേർപെടുത്തി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആര്യവേപ്പില ഒന്ന് ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ദിവസം ഉണക്കി എടുത്ത് വെച്ചതാണിത്. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക, തരിതരിയായിട്ട് പൊടിച്ചെടുക്കുക.
ഈ ഒരു രീതിയിൽ ചെയ്യണത് എന്താണെന്ന് നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. കാരണം ആദ്യത്തെ മെത്തേഡ് തന്നെയല്ലേ കുറച്ചും കൂടി എളുപ്പം. നമുക്ക് ഉണക്കണേക്കാളും ഡയറക്റ്റായിട്ട് അരച്ചിട്ട് ചെയ്യണതല്ലേ കുറച്ച് എളുപ്പം നിങ്ങൾ വിചാരിക്കും. പക്ഷേ എളുപ്പം അതാണെങ്കിലും ഇതിനൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് പൂപ്പൽ പിടിക്കാതിരിക്കാനായിട്ട് നല്ലതാണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴേക്കും സോപ്പ് ഇങ്ങനെ വേറെ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു സോപ്പാണെങ്കിൽ ചിലപ്പോൾ പൂപ്പലൊക്കെ പിടിക്കാനുള്ള ചാൻസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇല ഉണക്കിയെടുത്തിട്ട് അതിൻ്റെ പൊടി യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ അത് കുറച്ചും കൂടെ ഇങ്ങനെയുള്ള പൂപ്പൽ കാര്യങ്ങളൊന്നും പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പയറുപൊടിയും വളരെ കുറച്ച് തന്നെ കസ്തൂരി മഞ്ഞളും ആഡ് ചെയ്യുന്നുണ്ട്. വേറെ ഫ്ലേവറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ നമ്മൾ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തിട്ട് ആ മിക്സർ അതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രാ ഒരെണ്ണത്തിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം സെറ്റ് ആവണമെങ്കിൽ ഒരു 3 hours എങ്കിലും മിനിമം വെക്കണം. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നതിൻ്റെ ആ ഒരു രീതി അനുസരിച്ച് അല്ലെങ്കിൽ കുറച്ച് ഒരുപാട് ലിക്വിഡ് ഫോമൊക്കെ ആയി പോയി കഴിഞ്ഞാൽ കുറേ ടൈം വേണ്ടി വരും അതൊന്ന് ഉണങ്ങി വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അതിനകത്ത് വെള്ളം കുറച്ചിട്ട് വേണം എപ്പോഴും അരച്ച് മിക്സൊക്കെ ചെയ്ത് വെക്കാനായിട്ട്. എന്നാലാണ് കറക്റ്റ് ആ ഫോമിൽ പെട്ടെന്ന് അത് ഉണങ്ങി അതൊന്ന് സെറ്റായി കിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ അഡിക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എസൻഷ്യൽ ഓയിലാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള എസൻഷ്യൽ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നാച്ചുറലായിട്ടുള്ള എസൻഷ്യൽ ഓയിൽ അതിനകത്ത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും ഫ്ലേവർ അതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മളിത് അത്യാവശ്യം സെറ്റായിട്ട് മാത്രം എടുക്കുക കേട്ടോ. ഒരു 3 hours എങ്കിലും മിനിമം ഇത് നമ്മൾ റെഡി ആവാനായിട്ട് വെക്കണം അങ്ങനെ തന്നെ ആ ഒരു മിക്സർ. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളകി പോകാനൊക്കെ തുടങ്ങും, കുറച്ച് ലൂസായിട്ടൊക്കെ വരും. അപ്പോൾ നന്നായിട്ട് കറക്റ്റായിട്ട് അത് ഉണങ്ങി അത് സെറ്റായി അത് റെഡി ആയിട്ട് മാത്രം അതിൽ നിന്ന് നമ്മൾ മോൾഡിൽ നിന്ന് വേർപെടുത്തി എടുക്കുക. നമ്മുടെ മെത്തേഡ് കറക്റ്റ് ആണെങ്കിൽ തന്നെ നമുക്കറിയാം നമ്മളത് ഫൈനലായിട്ട് കാണുമ്പോഴേക്കും അതിൻ്റെ സർഫസൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും, നല്ല ഷേപ്പിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സോപ്പ് ചെറിയ കുട്ടികൾക്ക് മുതൽ എന്തെങ്കിലും സ്കിന്നിൻ്റെ ഇറിറ്റേഷൻസ്, സ്കിൻ അലർജീസ്, ഈ എന്താ പറയുക മോക്കുരു അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്കിന്നിലുള്ള പ്രോബ്ലംസൊക്കെ ഉള്ളവർക്ക് തന്നെ നന്നായിട്ട് ഉപയോഗിക്കാം. നല്ല റിസൾട്ടായിരിക്കും കിട്ടും. അപ്പോൾ വേറെയും 1-2 ഫ്ലേവറിലുള്ള സോപ്പുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് നിങ്ങൾ ഒന്നില്ലെങ്കിൽ ചാനലൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻഡ് സ്ക്രീനിലുണ്ടാവും 2-3 ടൈപ്പ് സോപ്പുകളുടെ മെത്തേഡ് സെയിമാണ്, പല ഫ്ലേവറിലുള്ള സോപ്പുകളുണ്ടാവും. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. താങ്ക്